നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശശി തരൂരിന്റെ പേരും പറഞ്ഞ് തർക്കം വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ്. കുറച്ചു കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ നിന്ന് ശശി തരൂരിനെതിരെ പട ഒരുക്കുകയാണ്. ഏതായാലും അത്തരത്തിൽ തനിക്കെതിരെ വലിയൊരു പക്ഷം പുറത്തു നിൽക്കുമ്പോഴും തന്റെ നിലപാടുകളിൽ ഉറച്ചു തന്നെയാണ് ശശി തരൂർ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതും. ഇപ്പോഴിതാ കോൺഗ്രസുമായുള്ള അഭിപ്രായ ഭിന്നത ശക്തമാകുന്നതിനിടെ വിദേശ യാത്രാ പരിപാടിയിൽ മാറ്റം വരുത്തി ശശി തരൂർ ഡൽഹിയിൽ എത്തുന്നു. റഷ്യൻ പര്യടനം പൂർത്തിയാക്കിയ തരൂർ ഗ്രീസിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ ഡൽഹിയിൽ തിരിച്ചെത്തി ഗ്രീസിലേക്ക് പോകാനാണ് പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ചർച്ചകൾ നടത്താനാണ് മടക്കമെന്നാണ് സൂചന. മോദിയെ കണ്ട ശേഷം ഗ്രീസിലേക്ക് പോകും. റഷ്യയിലെ ചർച്ചകളുടെ വിശദാംശങ്ങൾ മോദിയെ തരൂർ ധരിപ്പിച്ചേക്കും. ഇതിനൊപ്പം രാഷ്ട്രീയവും ചർച്ചയാകും. പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP ഹൈക്കമാൻഡുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇതിനിടെയാണ് തരൂർ ഡൽഹിയിൽ എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം പുകഴ്ത്തുന്ന ശശി തരൂരിനെ പൂർണ്ണമായും കൈവിടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തരൂരിനെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്ത് വന്നതോടെയാണ് ഹൈക്കമാൻഡ് തരൂരിനെ പൂർണ്ണമായും തള്ളുന്നുവെന്ന് വ്യക്തമാകുന്നത്. BJP-യിലേക്ക് പോകില്ലെന്ന് പറയുമ്പോഴും തരൂർ അവിടേക്ക് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നുമാണ് പാർട്ടി നിരീക്ഷിക്കുന്നത്. തരൂരിന്റെ മോദി സ്തുതിയെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ബുധനാഴ്ച പരോക്ഷമായി വിമർശിച്ചിരുന്നു. വൈകാതെ സമൂഹ മാധ്യമത്തിലൂടെ ഖാർഗെയ്ക്ക് തരൂർ മറുപടിയും നൽകിയിരുന്നു. അടിയന്തരാവസ്ഥ മുൻനിർത്തിയുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഖാർഗെ തരൂരിനെ പരോക്ഷമായി വിമർശിച്ചത്. എല്ലാവർക്കും രാജ്യമാണ് പ്രധാനമെന്നാണ്, ചിലർക്ക് മോദിയാണ് വലുത്, അത് കഴിഞ്ഞ് മാത്രമാണ് രാജ്യം, ഇങ്ങനെയാണ് ഖാർഗെ പറഞ്ഞത്. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ മോദിയെ സ്തുതിച്ചതിനോടും പരിഹാസപൂർണമാണ് ഖാർഗെ പ്രതികരിച്ചത്. തരൂരിന്റേത് നല്ല ഇംഗ്ലീഷ് ആണെന്നും തനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അത്ര അറിയില്ലെന്നുമായിരുന്നു ഖാർഗെയുടെ മറുപടി. ഭാഷ കൊള്ളാവുന്നത് കൊണ്ടാണ് തരൂരിനെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷിക്കുഞ്ഞിന്റെ ചിത്രത്തോടു കൂടിയായിരുന്നു സമൂഹ മാധ്യമത്തിൽ തരൂരിന്റെ മറുപടി. പറക്കാൻ അനുമതി തേടേണ്ടതില്ല, ചിറക് നിങ്ങളുടേതാണ്, ആകാശം ആരുടേതുമല്ലെന്നാണ് തരൂർ കുറിച്ചിരിക്കുന്നത്. നേർക്കുനേറൊരു ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ശശി തരൂരും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ നടക്കുന്നത്. കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷന്റെ പ്രചാരണ പരിപാടികളിലൊന്നും തന്നെ തരൂർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. തന്നെ ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ട് താൻ വരുന്നില്ല എന്നാണ് തരൂർ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞത്. ഇവിടെ ആഘോഷങ്ങൾ നടക്കുമ്പോഴും തരൂരിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. മോദിയെ സ്തുതിക്കാനും വിദേശ രാജ്യങ്ങളിൽ മോദിക്കായി വാദിക്കാനും തനിക്ക് ആരുടെയും അനുമതി ആവശ്യമില്ലെന്ന സന്ദേശമാണ് ഏതായാലും തരൂർ ഈ നൽകിയിരിക്കുന്നത് എന്നാണ് മാധ്യമ വ്യാഖ്യാനം. തരൂരിനെ ഇനി അംഗീകരിക്കില്ലെന്ന സൂചനയാണ് ഖാർഗെ നൽകിയത്. ഏകദേശം 34 CWC അംഗങ്ങളും 30 പ്രത്യേക ക്ഷണിതാക്കളുമുണ്ട്. ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടുകൾ പറയുന്നു. തരൂർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നു. രാഷ്ട്രത്തെ രക്ഷിക്കുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണമെന്നാണ് ഖാർഗെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതേസമയം തന്നെ റഷ്യ സന്ദർശനത്തിനിടെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തെക്കുറിച്ച് ശശി തരൂർ വിശദീകരിച്ചു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം അദ്ദേഹം വിശദീകരിച്ചു. വിഷയത്തിൽ റഷ്യയുടെ പിന്തുണയും ശശി തരൂർ തേടിയിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ ശശി തരൂർ പങ്കുവച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് മുമ്പും തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആശയവിനിമയം നടത്തിയെന്നാണ് സൂചന. അതിനിടെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാകണമെന്നും ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് ഉത്തരവാദിത്തം കാട്ടണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിലപാട് ഘടിപ്പിച്ചു. മോദി സ്തുതിയുമായി എഴുതിയ ലേഖനത്തിൽ തരൂരിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തോടാണ് തരൂരിനെ പരിഹസിച്ചുകൊണ്ട് ഖാർഗെ മറുപടി നൽകിയത്. അതേസമയം ലക്ഷ്മണ രേഖയെ കുറിച്ച് നേരത്തെ ഓർമ്മപ്പെടുത്തിയ IICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തരൂരിന്റെ നീക്കങ്ങളിൽ കടുത്ത അതൃപ്തി അറിയിച്ചു. നേതൃത്വത്തിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് സമൂഹ മാധ്യമ പേജിൽ പക്ഷിയുടെ ചിത്രമുള്ള കുറിപ്പ് തരൂർ പങ്കുവച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുമതി കൂടാതെ വിദേശത്ത് പോയി തരൂർ നിലവിൽ റഷ്യയിലാണ്. റഷ്യയിലെ സർക്കാർ മാധ്യമമായ RTയുടെ ക്ഷണമനുസരിച്ച് മോസ്കോയിലെത്തിയ തരൂർ ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തി. പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ തരൂർ റഷ്യയുടെ ഡ്യൂമ കമ്മിറ്റി ഓൺ ഇന്റർനാഷണൽ അഫയേഴ്സ് ചെയർമാൻ ലിയോനിദ് സ്ലറ്റസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, ഇസ്രായേൽ ഇറാൻ സംഘർഷം, ഉക്രൈൻ പ്രശ്നം തുടങ്ങിയ അന്തർദേശീയ വിഷയങ്ങൾ ചർച്ചയായി. റഷ്യൻ വിദേശമന്ത്രി സെർജി ലാവ്റോവുമായി തരൂർ കൂടിക്കാഴ്ച നടത്തി. മോദി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് തരൂരിന്റെ വിദേശ പര്യടനം.
റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനത്തിന് മുന്നോടിയായിരുന്നു ഈ യാത്ര. പുടിനും മോദിയും സംസാരിക്കേണ്ട വിഷയങ്ങളുടെ അജണ്ട അടക്കം തീരുമാനിച്ചുവെന്നാണ് സൂചന. ഇതെല്ലാം മോദിയോട് ഡൽഹിയിലെത്തി തരൂർ വിശദീകരിക്കുമെന്നാണ് സൂചന. അതിനുശേഷം ഗ്രീസിലേക്ക് പോകും. അവിടെ നിന്ന് UK പോകും. ലോർഡ്സിൽ ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരം തരൂർ കാണും. ജൂലൈ 10 മുതലാണ് ലോർഡ്സിൽ ഇന്ത്യ-ഇംഗ്ലണ്ട് മത്സരം. അതിനുശേഷം ഡൽഹിയിൽ എത്തുന്ന തരൂർ നിർണായക പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം നൽകുന്ന സൂചന. മുൻപ് പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി പനാമയിൽ എത്തിയപ്പോഴും തരൂർ മോദിയെ പുകഴ്ത്തിയിരുന്നു. രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്നും ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നായിരുന്നെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു തരൂർ പറഞ്ഞത്. ശേഷം അമിത്ഷാ ഉയർത്തിവിട്ട ഇംഗ്ലീഷ് ഭാഷാ വിവാദത്തിലും പ്രധാനമന്ത്രിയെ അനുകൂലിച്ച് ശശി തരൂർ രംഗത്ത് വന്നിരുന്നു. മോദി ലോക നേതാക്കളോട് ഹിന്ദിയിൽ സംസാരിക്കുന്ന പഴയ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു തരൂരിന്റെ പിന്തുണ പ്രഖ്യാപനം. തരൂരിന് കോൺഗ്രസ് നേതൃത്വം മുൻപ് താക്കീതും നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ 1971 ഇന്ദിരാഗാന്ധിയുടെയും 2025 നരേന്ദ്രമോദിയുടെയും നിലപാടുകളെ താരതമ്യം ചെയ്യരുതെന്ന തരൂരിന്റെ പ്രസ്താവനയിലായിരുന്നു താക്കീത്. വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സമയമല്ല ഇതെന്നും പാർട്ടിയുടെ നിലപാടാണ് പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ടതെന്നുമായിരുന്നു താക്കീത്. ജയറാം രമേശ്, ഉദിത് രാജ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരുന്നത്. മോസ്കോയിൽ നടന്ന ഒരു പരിപാടിക്കിടെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബുധനാഴ്ച റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മോസ്കോയിൽ പ്രൈംകോവ് റീഡിംഗ്സിനിടെ പഴയ സുഹൃത്ത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നാണ് നിലവിൽ റഷ്യ സന്ദർശിക്കുന്ന ശശി തരൂർ എക്സിൽ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തലവനായ തരൂർ UN മുൻ റഷ്യൻ അംബാസിഡറും ഇപ്പോൾ റഷ്യൻ ഫെഡറേഷൻ കൗൺസിലിന്റെ അന്താരാഷ്ട്ര കാര്യ സമിതിയുടെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനുമായ ആൻഡ്രി ഡെനീസോവുമായി കൂടിക്കാഴ്ച നടത്തി. പഴയ സുഹൃത്ത് ആൻഡ്രി ഡെനീസോവുമായി കൂടിക്കാഴ്ച ആസ്വദിച്ചു. ഐക്യരാഷ്ട്രസഭയിലെയും ചൈനയിലെയും മുൻ റഷ്യൻ അംബാസിഡറും ഇപ്പോൾ റഷ്യൻ ഫെഡറേഷൻ കൗൺസിലിന്റെ അന്താരാഷ്ട്ര കാര്യ സമിതിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനുമാണെന്നാണ് തരൂർ മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളിലെയും ലോക സമ്പദ് വ്യവസ്ഥയിലെയും വിദഗ്ധരുടെ ഒരു യോഗമാണ് വാർഷിക പ്രിമാക്കോ റീഡിംഗ്സ് നടന്നത്. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തെയും തുടർന്നുള്ള സൈനിക നടപടിയെയും തുടർന്ന് ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിനായി തരൂർ അടുത്തിടെ അമേരിക്കയിലേക്കും മറ്റ് 4 രാജ്യങ്ങളിലേക്കും ഒരു ബഹുകക്ഷി പ്രതിനിധി സംഘത്തെയും അറിയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ശശി തരൂരിന്റെ പേര് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ ഒരു പൊട്ടിത്തെറിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും തന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ശശി തരൂർ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് പോയതും അവിടെയെല്ലാം തന്നെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നതും.